ഹായ് ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇന്നും വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനടക്കം ഏകദേശം 50,000 സ്ത്രീകൾ അകപ്പെട്ട ഒരു ഓൺലൈൻ ബിസിനസ്സിൻ്റെ കഥയെക്കുറിച്ചാണ് കേട്ടോ. അതായത് ചതിക്കപ്പെട്ട കഥയെക്കുറിച്ച്. അത്രയും നമ്മളെ കയ്യിലെടുക്കാനുള്ള ഓരോ വാഗ്ദാനങ്ങളുമായിട്ട് വന്നിട്ട് പിന്നീട് കൈ മലർത്തിയ ആളുകളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയ വാക്കായിട്ട് ഞാൻ തുടങ്ങണുള്ളൂ. ബാക്കി പാർട്ട് 1, 2 ആയിട്ട് ഞാൻ ഏകദേശം അടുത്തന്നെ ഞാൻ വരുന്നതാണ്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ തൃശ്ശൂർ പെരുമ്പിലാവ് ഊത് മർക്കസ്, അതായത് ഊത് മർക്കസ് എന്നാണ് നമ്മോട് പറഞ്ഞത്. ഊതിൻ്റെ ബിസിനസ്സാണെന്ന് പറഞ്ഞ് ഇതാണ് ആൾ. ഇത് സാറെന്ന് ഞാൻ വിളിക്കുന്നത് വയസ്സിന് എന്നേക്കാളും മൂത്ത ഒരാളായതുകൊണ്ട് മാത്രം. സാറ് സംസാരിക്കുന്ന ഭാഷ എല്ലാത്തിൽ നിന്നും സാറ് റിമൂവ് ചെയ്തത് ഞാൻ ഇതിനോട് പ്രതികരിച്ചതുകൊണ്ട് മാത്രമാണ്. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ എനിക്ക് മോട്ടിവേഷൻ തന്ന ആൾ ഇയാളാണ്. കാരണം നമ്മളെ നിരപരാധിത്വം നമ്മൾ നാട്ടുകാരെ അറിയിക്കണം, വീട്ടുകാരെ അറിയിക്കണം എന്ന് പറഞ്ഞ പോലെയാണ്. കാരണം എന്നെപ്പോലുള്ള ഒരുപാട് സ്ത്രീകൾ ഇതിലകപ്പെട്ട് ഇപ്പോഴും കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. കാരണം അവർക്ക് ഒരാളോട് പറയാനുള്ള എന്താ പറയുക, ഒരു തൻ്റെ ഉണ്ടായില്ല. എന്നെപ്പോലെ ഉണ്ടാവാൻ കഴിയില്ലല്ലോ. പൈസ ഒരുപാട് ഞാനൊക്കെ എൻ്റെ അനിയൻ്റെ അടുത്തുനിന്നും അവിടുന്ന് ഇവിടുന്നൊക്കെ കടം വാങ്ങിയിട്ടും ഒക്കെ ഇയാൾ തരുന്ന ഓഫറുകൾ അങ്ങനെ ആയിരുന്നു. ഒരു വർഷത്തിൻ്റെ ജൂബിലി ഇവർ ആഘോഷിക്കുന്നു. നമ്മളെ മുന്നിൽ എന്തെല്ലാം അവർ ഓരോ ഓഫറുകൾ കൊണ്ടുവരുന്നു. അങ്ങനെ നമ്മളെ താഴെ വന്നവരൊക്കെ കരുതുന്ന നമ്മളാണ് ഇതിൻ്റെ ക്യാഷൊക്കെ കൊണ്ടുപോയത്. അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. നമ്മളെപ്പോലെ ഒരാൾക്കാരാണ് അവരൊന്നും അവർ മനസ്സിലാക്കൂല. നമ്മളെ കുറ്റപ്പെടുത്തും ചെയ്യുമ്പോൾ അതിൻ്റെ സങ്കടം അറിയണമെന്നുണ്ടെങ്കിൽ അത് അനുഭവിച്ച് തന്നെ അറിയുള്ളൂ. ഇപ്പോൾ സാറിൻ്റെ ഈ വോയിസുകളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. അതുകൊണ്ട് ഞാൻ സംസാരം ഒന്ന് നിർത്തുകയാണ്. എന്നിട്ട് നിങ്ങളൊന്ന് മുഴുവൻ കേട്ടിട്ട് ഞാൻ അടുത്ത ഒരു പാർട്ട് 2 ആയിട്ട് ഞാൻ വരുന്നതാണ്. എന്നെപ്പോലെ ഒരുപാട് സ്ത്രീകൾക്ക് പറയാനുള്ള ഇവരെ കുറിച്ചുള്ളത് എല്ലാമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് കേട്ടോ. അതേപോലെ നമ്മൾ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ നിൽക്കണേ. നമുക്ക് എന്തായാലും നമ്മളെ കൊണ്ട് അവർക്കൊരു പോലീസ് സ്റ്റേഷനിൽ പോയി നമുക്കൊന്നും പറയാൻ പറ്റും. അവിടെയൊക്കെ അവരുടെ ആളുകൾ അവർക്ക് അതിൻ്റേതായ എന്താ പറയുക, എന്തൊരു ബിസിനസ്സാണെന്ന് അവർ റെസ്പെക്റ്റഡ് വുമണാക്കി നിങ്ങളെ തീർക്കുമെന്നും പറഞ്ഞ് നമ്മളെടുത്ത് വന്നിട്ട് അവർക്ക് ബിസിനസ് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പഠിച്ചവരാണ്. നമ്മളെ വീട്ടമ്മമാർ എന്ത് ചെയ്യും? നമ്മൾ അകപ്പെട്ടു പോയി, നമുക്ക് സങ്കടപ്പെടാൻ അതേ നിവൃത്തിയുള്ളൂ. എനിക്കെന്താ സങ്കടം എന്നറിയോ, എൻ്റെ ഗ്രൂപ്പിൽ കാലുകൊണ്ട് വയ്യാത്തൊരു സ്ത്രീ 12,000 രൂപ പാവം, അതെങ്ങനെ ഉണ്ടാക്കിയ ക്യാഷാവും അതൊക്കെ ഇതിൽ കളഞ്ഞിട്ട് ഇപ്പം അവർ കൈ മലർത്തുമ്പോൾ നമുക്ക് അവരോട് എന്താ പറയാനാ ന്യായം ഉണ്ടാവുക? അപ്പോൾ നാളെ, ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തെങ്കിലും നമുക്കൊരു ഉത്തരം പറയണമെങ്കിൽ ഇതിന് പ്രതിഷേധിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വന്നിട്ടുള്ളത്. നിങ്ങൾ സാറിൻ്റെ ഈ വോയിസ് ഒന്ന് കേട്ട് നോക്കൂട്ടോ. ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്, നമ്മൾ എവിടെ നിന്നും ഉണ്ടാക്കിയതല്ല. ഇങ്ങനൊന്നും നടന്നിട്ടുമില്ല, ഇങ്ങനൊന്നും ഉണ്ടായിട്ടുമില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പം നിങ്ങളൊന്നത് കണ്ടിട്ട് എല്ലാവരും നമ്മളെ കൂടെ നിൽക്കുക. ഇതിന് എന്തൊക്കെ നിങ്ങളെ അഭിപ്രായങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് നിർദ്ദേശം തരിക. നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതാണ്. ഓക്കെ, ബൈ, അസ്സലാം വലൈക്കും. എന്നും ഞാനല്ല എടുക്കാറ്, ഇപ്രാവശ്യം നാളെ മാറി എടുക്കാറ്. ഭാഗ്യം ആർക്കാ വരിക നോക്കാറ് അല്ലേ? ഒന്നാമത്തെ അല്ലേ? താങ്ക് യു. നോക്കാം. ഫസ്റ്റ് നമ്മൾ 1000 രൂപയുടെ ക്യാഷ് പ്രൈസ് ആർക്കാണ് കിട്ടുന്നത് നോക്കാം. പേര് റസിയ 12,471 കേട്ടോ. എന്താണെന്നറിയോ, ഓരോ പ്രോത്സാഹന സമ്മാനം നമ്മളെ കൊണ്ട് വന്നിട്ട് ആളുകളധികം അവർക്ക് കയറ്റാൻ വേണ്ടിയിട്ട് അവർ ചെയ്ത ഓരോ ഐഡിയകളായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അതുപോലെ നമുക്ക് ഗൂഗിൾ മീറ്റ് വെക്കുന്നു, അവർ സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരുപാട് വീട്ടമ്മമാർ ഇതിനാൽ ഇപ്പോഴും ഭർത്താക്കന്മാരെ അടിയും തൊഴിയും വാങ്ങിയിട്ട് സങ്കടപ്പെട്ട് കഴിയുന്ന മിണ്ടാനാവാതെ നിൽക്കുന്ന അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂട്ടോ. സാറ് നമ്മൾക്ക് ഗൂഗിൾ മീറ്റ് ചെയ്യണത് ഇപ്പം അവർ പറയുന്നത് ഇങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്നാണ്. ഒന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കൂട്ടോ. താങ്ക് യു. ഇത് ഷെറീന 6311. ഇപ്പം 3 പേരുമായി. ഇത് ഫസ്റ്റ് പ്രൈസ് റസിയ, സെക്കൻഡ് പ്രൈസും തേർഡ് പ്രൈസും നുസൈബ ആൻഡ് ഷെറീന. ഓക്കെ, പങ്കെടുത്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനി നമ്മൾ പുതിയ ഓഫറുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. ഈ ഓൺലൈൻ ബിസിനസ്സുകളൊക്കെ വരുന്നത് ആരെങ്കിലും ബുദ്ധി കേന്ദ്രത്തിൽ നിന്നായിരിക്കും. അവരെവിടെയെങ്കിലും ഒരു ഒളിമറയിൽ നിന്നുകൊണ്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കുറെ ഓഫർ ഇട്ടുകൊണ്ട് കുറെ ആളുകളിലേക്ക് ഈ സംഗതി അങ്ങ് കൊടുക്കും. ഓൺലൈൻ ത്രൂ കുറെ പാവങ്ങൾ ഇതിൽ വന്നു ചേരും. ആദ്യം വരുന്ന ആളുകൾക്ക് അവര് കൃത്യമായി
നമ്മൾ നമ്മളെ കയ്യിലെടുക്കാൻ മൂപ്പര് പറഞ്ഞതാണ്. പല ഓൺലൈനിൽ അവർ കുറ്റപ്പെടുത്തിയിട്ട് നമ്മളോട് ചോദിക്കണവരോടൊക്കെ നിങ്ങൾ ഇൻകം സമ്മറി കാണിച്ചു കൊടുക്കൂ, അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളെ കയ്യിലെടുത്തിട്ട് അവസാനം അവർ കാണിച്ചത് എന്താന്ന് എന്നെപ്പോലുള്ള വീട്ടമ്മമാർക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ. നമ്മുടെ ഈ ഓൺലൈൻ ബിസിനസിന്റെ ഒരു പ്രത്യേകത. അങ്ങനെ സംഭവിക്കുമ്പോ എല്ലാവരും ഏത് ബിസിനസ് വന്നാലും അവർ പറയും 2 മാസം ഉണ്ടാവും, 3 മാസം ഉണ്ടാവും, 4 മാസം ഉണ്ടാവും എന്നൊക്കെ പറയും. നമ്മുടെ ഈ ബിസിനസ് നമ്മൾ തുടങ്ങിയപ്പോ ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം എന്തെന്ന് വെച്ചാല്, നമ്മള് നിലവില് ഉള്ള ഒരു കമ്പനിയാണ് പുതുമർക്കസ്. വർഷങ്ങളായിട്ട് നിലവില് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് ആണ്. ആ ബിസിനസിന്റെ ബ്രാൻഡ് ക്രിയേഷന് വേണ്ടിയിട്ടും അതുപോലെ ബിസിനസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് തുടങ്ങുന്നത്. ഇത് ആളുകളെ പിടിക്കുന്ന പരിപാടിയല്ല. ഇതൊരു പക്ക ഇ-കോമേഴ്സ് ബിസിനസ് പ്ലാറ്റ്ഫോം ആണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള നെറ്റ്വർക്ക് പോലെ ഇതിനെ കാണരുത്. ഇതിന് നിങ്ങൾക്ക് അതിന്റെ സ്റ്റൈലൊക്കെ പലതിലും പല രീതിയിലും അതിന്റെ സ്റ്റൈല് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ അങ്ങനെ നിങ്ങൾ തോന്നിയിട്ട് ആ മൈൻഡ് സെറ്റിൽ എടുത്ത് ഇത് ആളെ പിടിക്കുന്ന പരിപാടിയാക്കി തുടങ്ങിയാൽ നിങ്ങൾ ലോക്കാവും. കാരണം